ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായി ലോകത്ത് പുതുതായി കണ്ടുപിടിച്ച് പുറത്തിറക്കിയിരിക്കുന്ന ചില നവീന ഉപകരണങ്ങളെയാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ അത്ഭുതപ്പെടുത്തുക തന്നെയും അവസാനത്തോളം കാണുക. അവസാനം നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗാഡ്ജറ്റിനെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഗാഡ്ജറ്റ് ഈ കൊറോണ കാലത്ത് നമ്മളെ അധികം സഹായിക്കാൻ ഇടയുള്ളൊരു ഗാഡ്ജറ്റാണ്. വാട്ടർ മാജിഷ്യൻ 2.0 എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ഓസോൺ സാനിറ്റൈസറാണ്. ഇതിൻ്റെ ഉപകരണം നമ്മൾ ഇലക്ട്രിക് പ്ലഗിൽ ഘടിപ്പിച്ച് വെള്ളത്തിലോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഏതാനും മിനിറ്റിനകം നമ്മുടെ സാധാരണ വെള്ളത്തെ അത് ഓസോൺ വാട്ടറാക്കി മാറ്റുന്നു. ഓസോൺ വാട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അണുക്കളെയും മറ്റ് കെമിക്കലുകളെയും അത് നിർവീര്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾക്കകം ഈ വാട്ടർ മജിഷ്യൻ 2.0 ഉപയോഗിച്ച് നമുക്ക് ഏത് വസ്തുവിനെയും സാനിറ്റൈസ് ചെയ്യാം. പച്ചക്കറി കഴുകാം, മീറ്റ് കഴുകാം, ക്ലീൻ ചെയ്യുവാൻ ഈ വാട്ടർ ഉപയോഗിക്കാം. നമ്മുടെ എല്ലാവിധ ആവശ്യത്തിനു വേണ്ടിയും ഒരു ക്ലീനിങ് സൊല്യൂഷനായി ഈ ഗാഡ്ജറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായും കോവിഡിൻ്റെ ഈ സാഹചര്യത്തിൽ ഈ സാനിറ്റൈസർ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന നല്ലൊരു ഗാഡ്ജറ്റ് തന്നെയാണ്. വയർലെസ് ചാർജർ നമുക്കറിയാം. എന്നാൽ വയർലെസ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു മെഗാ ടർബോ ചാർജർ ഉണ്ടെങ്കിലോ, അതാണ് ഈ ചാർജർ. ഡീസൽ 3 അൾട്ടിമേറ്റ് 6-in-1 മെഗാ വയർലെസ് ടർബോ ചാർജർ. ഈ ചാർജർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഐഫോൺ ചാർജർ ചെയ്യുവാൻ വേണ്ടിയാണ്. ഐഫോൺ മൊബൈൽ ചാർജ് ചെയ്യാം, വാച്ച് ചാർജ് ചെയ്യാം, എയർപോഡ് ചാർജ് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണുകൾ ചാർജ് ചെയ്യാം, LED ലൈറ്റുകൾ ചാർജ് ചെയ്യാം. ഇതുപോലെ വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഉപകരണങ്ങളും ഈ ടർബോ ചാർജറിലൂടെ ഡീസൽ 3 അൾട്ടിമേറ്റ് 6-in-1 മെഗാ സേഫ് വയർലെസ് ടർബോ ചാർജറിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മനുഷ്യർക്ക് വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒരു പെറ്റിനെ മൃഗസ്നേഹിയാണെങ്കിൽ, പൂച്ചയെ വളർത്തുന്ന വ്യക്തിയാണെങ്കിൽ, അവർക്ക് ക്ലീനായ വാട്ടർ കൊടുക്കുവാൻ എന്താണ് വഴി? അതിനിതാ ഈ പുതിയ ഗാഡ്ജറ്റ് നമ്മളെ സഹായിക്കും. നയാഗ്ര പെറ്റ് വാട്ടർ ഫൗണ്ടൻ. ഈ ഫൗണ്ടൻ ഉപയോഗിച്ച് ഏറ്റവും ശുദ്ധമായ വെള്ളം നമുക്ക് നമ്മുടെ പെറ്റിന് കൊടുക്കാൻ സാധിക്കും. ഒന്നാമത് ഈ വെള്ളം ക്ലീനാക്കുന്നു, അത് ശബ്ദരഹിതമായി വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നു. മാത്രമല്ല, പൂച്ചയ്ക്ക് നന്നായി നക്കി കുടിക്കാൻ കഴിയുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഹ്യൂമൻ ഡ്രിങ്കിങ് സ്റ്റാൻഡേർഡ് ഫിൽറ്ററായി മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ഗാഡ്ജറ്റാണ് നയാഗ്ര പെറ്റ് വാട്ടർ ഫൗണ്ടൻ. സഫാരി വീൽ ചെയർ, ഇലക്ട്രിക് വീൽ ചെയർ. ഇത് എല്ലാ സ്ഥലങ്ങളിലും, കുന്നുകളിലും മേടുകളിലും എവിടെ വേണമെങ്കിലും ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ്. സാധാരണ ഒരു വികലാംഗനായ വ്യക്തിയെ സംബന്ധിച്ച് സാധാരണ വീൽ ചെയർ കയറ്റം കയറുന്നതിന്, ഓടിച്ചുകൊണ്ട് പോകുന്നതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന, വളരെ വേഗം അസംബ്ലി ചെയ്ത് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, തിരിക്കുവാൻ കഴിയുന്ന മനോഹരമായൊരു വീൽ ചെയറാണ്. തീർച്ചയായും വികലാംഗനായ ഒരു വ്യക്തിയെ കൂടുതൽ പ്രവർത്തന മേഖലയിൽ കടന്നു ചെല്ലുവാൻ സഹായിക്കുന്ന മനോഹരമായൊരു വീൽ ചെയറാണ്.
വീൽ ചെയറിൻ്റെ കൺട്രോളെല്ലാം ഒരു ജോയ്സ്റ്റിക്ക് പോലെ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. തിരിക്കുവാനും എടുക്കുവാനും കയറ്റം കയറുവാനും ഏത് പ്രതലത്തിലുള്ള കുണ്ടും കുഴിയുള്ള റൂട്ടിൽ കൂടെയും ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബലവത്തായ വീൽ ചെയറാണിത്. നമ്മളെല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെ വിവിധ ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, അലക്സ പോലെയുള്ള വോയിസ് കമാൻഡിങ്, വോയിസ് അനുസരിച്ച് ഇൻ്റർനെറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ നമുക്കറിയാം. അലക്സ, സിരി എല്ലാം നമുക്ക് പരിചയമുള്ള ഉപകരണങ്ങളായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ sidekick.ai എന്ന് പറയുന്ന കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു ഹോളോഗ്രാഫിക് ഗാജറ്റാണ്. വളരെ രസകരമായൊരു ഗാജറ്റ്. ഇത് ഈ ഉപകരണത്തിൻ്റെ മധ്യത്തിൽ ഹോളോഗ്രാഫിക് പ്രൊജക്ഷനിലൂടെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ. അലക്സയിൽ നമ്മളുടെ വോയിസ് കേട്ട് പ്രതികരിക്കുന്ന പോലെ ഈ ക്യാരക്ടർ നമ്മളോട് സംസാരിക്കും. Show me some shoes I might like. Here are the best-selling shoes that match your personality. And he can answer all your important questions. Alfred, how can you say pizza in Chinese? Sir, pizza in Chinese is pizza. വളരെ രസകരമായ ഏത് ചോദ്യവും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ അതിൻ്റെ ഇമോഷണലോടുകൂടി നമ്മളോട് പ്രതികരിക്കും. തീർച്ചയായും വളരെയധികം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗാജറ്റ് തന്നെയാണ് സൈഡ് കിക്സ് ഇറക്കിയിരിക്കുന്ന ഈ ഗാജറ്റ്. ഇതൊരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ഇത് പരിപൂർണമായും നമ്മുടെ കയ്യിലെത്തുവാനുള്ള പരിശ്രമത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വാണിജ്യപരമായ ഉൽപ്പാദനം അടുത്ത് തന്നെ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സാങ്കേതികവിദ്യ തന്നെയാണ്. ഭാവിയിൽ ഹോളോഗ്രാഫിക് TV നമുക്ക് കാണുവാൻ ഇടയാകുമെന്ന് നമുക്കിത് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഫേസ്ബുക്ക് കാണാം, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാം. നമ്മൾ പറയുന്നതനുസരിച്ച് ഹോളോഗ്രാഫിക് ക്യാരക്ടേഴ്സ് നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ കമാൻഡിനനുസരിച്ച് കാര്യങ്ങൾ കാണിച്ചു തരികയും ചെയ്യും. 24 മണിക്കൂറും നമുക്കൊരു കമ്പാനിയൻ എന്ന നിലയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, തിരിച്ച് പ്രതികരിക്കുന്ന ഒരു ഹോളോഗ്രാഫിക് AI ഗാജറ്റാണിത്. സൈഡ് കിക്സിൻ്റെ ഈ ഗാജറ്റ് വളരെ സ്മാർട്ട്, ഇമോഷണലായി നമ്മളോട് ഇടപെടുന്ന മനോഹരമായൊരു ഗാജറ്റ് തന്നെയാണ്. Institutions. And a bunch of crazy chaps. Their goal is to make AI more human and breathe life into all the wonderful characters we grew up with. But Alfred needs your help to unleash this imaginative world and bring to life his new buddy, Rocket. Hello everyone, I am a rocket. If we have to live with AI, let's create an AI we would love to live with. Fund and share this campaign now and help us bring sidekicks to all the superheroes out there, like you. Oh, here's a last word from Alfred. Ladies and gentlemen, Sidekicks Company begs you to help them in their struggle against the Empire. We have placed all the information vital to our survival into the page below. This is our most desperate hour. Help us, amazing backers. You're our only hope. Sidekicks, the essential new member of every modern family. www.sidekicks.ai and @SidekicksAI on all social media. T-10, 9, 8, 7, 6, 5,
3, 2, 1, 0, and liftoff of Space Shuttle Atlantis on a mission to build, resupply, and to do research on the International Space Station. Houston now controlling. Atlantis begins its penultimate journey to shore up the International Space Station. Atlantis now in the proper alignment for its 8.5-minute ride to orbit. 4.5 million pounds of hardware and humans taking aim on the International Outpost. 30 seconds into the flight. Atlantis almost 2 miles in altitude, almost 6 miles downrange from the Kennedy Space Center already, traveling 500 miles an hour. The 3 liquid fuel main engines now throttling back to 72% of rated performance, going into the bucket, reducing the stress on the shuttle as it breaks through the sound barrier.